അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റാപ്പിഡ് റൗണ്ട് എന്ന രീതിയിലേക്ക് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ചായ എങ്ങനെയുണ്ട്? അത് ശരി. അത് ശരി. അല്ല, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. താങ്കൾ എന്തെങ്കിലും ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? അതായത് സ്മോക്ക് ചെയ്യോ, ഡ്രിങ്ക് ചെയ്യോ, എങ്ങനെയാണ്? ഇല്ല. ഡ്രിങ്ക്സ് ഉണ്ടോ എങ്ങാനും പറയാൻ പറ്റുകയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എപ്പോഴെങ്കിലും ഓക്കെ. ഓക്കെ, അത് ശരി. ഓക്കെ, അത് ശരി. അതിലും കുടിക്കാറില്ല. ഞാനും മമ്മിയും അനിയത്തിയും മറ്റേ ചായ വെള്ളം കുടിക്കാനാണ്. ഈ മറ്റേ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ ബേക്കറി ഐറ്റംസ് കുടിക്കാറുണ്ട്. അല്ലാണ്ട് ഈ കള്ള അങ്ങനത്തെ പാനങ്ങളൊന്നും കുടിക്കാറ്. ഉണ്ടാക്കുന്ന മറ്റേ മുന്തിരിയുടെ വൈന്, ക്രിസ്മസിന് ഉണ്ടാക്കുന്ന വൈന് ഡിസംബർ 25, ഡിസംബർ 31 അത് മസ്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ലഹരിക്കെതിരെ ഒരു വാക്ക് പറയാൻ അലിൻ പറയണം എന്നുള്ള എൻ്റെ സജഷൻ. കാരണം നമ്മുടെ ചാനലിൽ തന്നെ രേണുസുതി നമ്മുടെ അതിന് അഗെയിൻസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അലിൻ നമ്മുടെ ഇതിന് അഗെയിൻസ്റ്റ്, ലഹരിക്കെതിരെ 2 വാക്ക് സംസാരിക്കും. നമുക്ക് കേൾക്കാം. പറയൂ അലിൻ. ലഹരി നമ്മൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നും. പക്ഷെ നമ്മളത് ഉപയോഗിക്കും. കാരണം അത് പിടിക്കുന്ന കേസ് അത് കാണുമ്പോൾ അറിയാമല്ലോ. ഒരു പെണ്ണ് കേസ് പോലെയല്ല ചിലപ്പോൾ ലഹരി കേസ് വരുമ്പോൾ കഞ്ചാവ് കേസിൽ 4 പെണ്ണുങ്ങൾ അറസ്റ്റ്. കേൾക്കാറ് പെൺകുട്ടികളുണ്ട്. കൊച്ചി ആണ് ഇതിന്റെ മെയിൻ മേഖല. സിന്തറ്റിക്കും ഉണ്ട്, മറ്റേതും ഉണ്ട് അല്ലേ? പല രീതികളിലും സിനിമാ മേഖലകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് അല്ലേ? അല്ല, ഇത് ഞാൻ പൊതുവെ പറയുന്നത് സിനിമ മേഖലയല്ല. ശരിക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ പലരും സിഗരറ്റിലാണ് തുടങ്ങുന്നത്. സിഗരറ്റ്, മിഠായി, അങ്ങനെ പലതിൽ നിന്നും ഈ ഒരു ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പിള്ളേര് ഞാൻ കണ്ടിട്ടില്ല, പല അവിടെയൊക്കെയാണ് ഇതിന്റെയൊക്കെ ഒരു ഇത്. മനസ്സിലായോ? പ്രൈവറ്റ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയൊക്കെ അച്ചടക്കം ഉണ്ടാവും. സർക്കാർ സ്കൂളിൽ നോക്കാനുള്ള ടൈമില്ല. പിള്ളേര് എന്തുപയോഗിക്കുന്നു ഒന്നുമല്ല. കാരണം ഞാൻ നോക്കിയപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് എനിക്കെതിരെ കേസ് വരുമെന്ന് അറിയില്ല, കേസൊന്നും കുഴപ്പമൊന്നുമില്ല. സർക്കാർ സ്കൂളിൽ പഠിച്ച സമയത്ത് സിഗരറ്റിന്റെ ബീഡെ കുറ്റി, ടോയ്ലറ്റിന്റെ ഒക്കെ സൈഡ് അതുകൊണ്ട് നീറ്റല്ല. ഇപ്പൊ നീറ്റാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പഠിച്ച സമയത്ത് സിഗരറ്റ് കുറ്റി, വീടി കുറ്റി, പിന്നെ മധുരയില് മോശമായിട്ട് എഴുതി വെക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് സ്കൂൾ കുട്ടികളുടെ. സ്കൂൾ കുട്ടികൾ തന്നെ എഴുതി വെക്കണം, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളൊന്നും അറിയില്ല പേഴ്സണലി. ഈ ചെറുപ്പത്തിലെ ലഹരിക്ക് അടിമയായി മാറുകയാണ് കുട്ടികൾ അല്ലേ? സ്കൂൾ കുട്ടികളാണ് മെയിനായിട്ട്. അത് പല സിനിമകളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. അത് സിനിമയായിട്ട് മാത്രം കണ്ടു പോകുന്നുണ്ട്. പക്ഷെ പല സ്കൂൾ കുട്ടികളും പല രീതിയിലും അഡിക്റ്റ് ആണ് എല്ലാത്തിനും. പക്ഷെ ഇതിൽ നിന്നൊക്കെ മാറണം. ആൾക്കാർക്ക് ഈ സിനിമയോട് അഡിക്ഷൻ വരാം, പക്ഷെ അത് കണ്ട് നമ്മള് അഡിക്ഷൻ വരുന്നത്. സിനിമയുടെ കഥാപാത്രത്തോട് നമുക്ക് സ്നേഹം തോന്നി അതേപോലെ ആകാൻ ശ്രമിക്കരുത്. ഞാൻ എന്റെ ഒപ്പീനിയൻ പറയാൻ പറ്റുള്ളൂ. കാരണം മാർക്കോ സിനിമയില് ഉണ്ണിമോന്തൻ കാണിച്ച പോലെ റിയൽ ലൈഫിൽ കാണിക്കാനായിട്ട് കൂടുതലും ശ്രമിക്കരുത് എന്ന് പറയാൻ. ശ്രമിച്ചു കഴിഞ്ഞാല് ആ വ്യക്തികൾക്ക് അധികം ഇതില്ല, ലൈഫ് പോയി മാത്രമല്ല ആ ഒരു അവസ്ഥ ഡിഫറെന്റ് ആയിരിക്കും. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞ ക്രൂരമായിട്ട് വെട്ടി കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു ക്രിമിനൽ മൈൻഡാണ്. ആ മൈൻഡ് വരാണ്ടിരിക്കുക. പഞ്ചാബ് ബാദിരെ പോലുള്ള സിനിമകൾ കണ്ട് പല രീതിയിലും സൈക്കോ ആകുന്നുണ്ട്. CBI 5 അങ്ങനെയുള്ള പടങ്ങൾ. പടത്തെ നമ്മൾ മോശമായി പറയുന്നതല്ല, പക്ഷെ പടത്തിൽ കാണിക്കുന്നത് നമ്മൾ അനുകരണിക്കണം ചെയ്യരുത്.